ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളായ മാതാപിതാക്കൾ സഹോദരങ്ങളെ എല്ലാവർക്കും എൻ്റെ ആശംസയും പ്രാർത്ഥനയും നേരുകയാണ്. എനിക്ക് സന്തോഷത്തോടെ ഞാൻ നിങ്ങളോട് നിൽക്കുന്നതിൻ്റെ കുടുംബത്തിൽ അറിയാമെന്ന് വിചാരിക്കുന്നു. ഞാൻ മാനാട് കെ കോളേജിലെ ചരിത്രഭാവ മേധാവിയായിട്ട് വ്യക്തിയാണ്. ഞാൻ കോട്ടയം ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ്. അതിലുപരിയായിട്ട് അതിരൂപതാ പ്രശ്നമാണ് മാതൃവേദിയുടെ. കഴിഞ്ഞ 2 ടൈമിൽ ഞാൻ മാതൃവേദി സംഘാടക പ്രാവശ്യവും എൻ്റെ വന്നിട്ടാണ്. ഞാൻ മുടിമുഖ ഇടവക്കാരിയാണ്. വളരെ സന്തോഷത്തോടെയാണ്. എല്ലാ മുഖങ്ങളെയും എനിക്ക് പരിചിതമാണ്. എല്ലാവരും സന്തോഷത്തോടെയാണ്. നിങ്ങൾ സീനിയർ സിറ്റിസൺസൊന്നും അല്ല, നിങ്ങൾ ചെറുപ്പക്കാരാണ്. തീർച്ചയായിട്ടും വളരെ എല്ലാ മാസത്തിലെയും ഞായറാഴ്ചയാണ് നമ്മുടെ ഈ സംഗമം. തീർച്ചയായിട്ടും വളരെ സന്തോഷത്തോടുകൂടി, കാരണം ആരോഗ്യവും ആയുസ്സും ഒക്കെ തമ്മിൽ തരുന്ന കാലമൊക്കെയും ജീവിതത്തെ നന്മയുള്ളതാക്കി തീർക്കാനുള്ള ഒരു ഉത്തരവാദിത്വമുണ്ട്. ഗ്രാൻഡ് പേരൻസ് കൂടിയാണ് അല്ലേ. തീർച്ചയായിട്ടും ദൈവം അനാദിയിലെ ഒരു കുടുംബത്തിൻ്റെ ഭാഗമാക്കി വർഷങ്ങളോളം 50 വർഷമായിട്ട് 40 വർഷമായിട്ട് 40 വർഷം ഈ തരത്തിലൊക്കെ നമ്മുടെ ജീവിതം സർവോന്മുഖമായി യാത്ര കൊച്ചു കുടുംബത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ആദ്യമേ ഭാര്യ ഭർത്താവുമായി നമ്മുടെ അനാദിയെ ചേർന്ന ഇങ്ങനെയാണ് കാണുന്നത്. സമയത്തിൻ്റെ തിരുവിൽ കാലത്തിൻ്റെ കുട്ടികളുടെ സമയത്തിൻ്റെ കുട്ടികളുടെ തിരുവിൽ എനിക്ക് ചേർന്ന ഇണയെ ഞാൻ നൽകുന്നുള്ള വാഗ്ദാനത്തിൽ വിശ്വസ്തനായ ദൈവം ആ വാഗ്ദാനം പാലിച്ചുകൊണ്ട് ഇത്രയും നാൾ ജീവിതത്തിൻ്റെ അൾത്താരെയും സമാജത്തിൻ്റെ സമൂഹത്തിലേക്ക് ഇടവാക്കുന്നവരെയും ആ ഒരു നന്മ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാനായിട്ട് ഒരുമിച്ച് കൂടിയിരിക്കുന്നവരാണ് എൻ്റെ മാതാപിതാക്കൾ, ഗ്രാൻഡ് പേരൻസായി. തീർച്ചയായിട്ടും ആ ജീവിതം ഒരു തിരിഞ്ഞു നോട്ടത്തിൻ്റെ ഒരു അവസരമാണ്. എനിക്ക് പ്രത്യേകിച്ച് നിങ്ങളോട് എന്നെക്കാളും പറഞ്ഞുകൊണ്ടുള്ള ഒരാളെ ഞാൻ പറഞ്ഞ ഫാൻസിയുടെ അല്ലേ എൻ്റെ ഫ്രണ്ടാണ് ഫാൻസി. ഞങ്ങളുടെ റെയിൽവേയിലെ ഓഫീസിലുള്ള എല്ലാവരും സ്വാഗതം ചെയ്യാം. തീർച്ചയായിട്ടും നമ്മളൊരു കുടുംബമായിട്ട് ആദ്യത്തെ ഒന്ന് പുറകോട്ട് പോകാം. വർഷങ്ങൾക്ക് ആ തിരുവനന്തപുരം വെച്ച് ജീവിത സഖിയായിട്ട് നല്ല മിടുക്കനായ ഒരു പുരുഷനെ അല്ലെങ്കിൽ സ്ത്രീയായ ഒരു സ്ത്രീയെ ഭാര്യയായി ലഭിക്കുകയാണ്. പിന്നീട് തമ്പുരാൻ്റെ ഇഷ്ടമനുസരിച്ച് മക്കൾ ദൈവത്തിൻ്റെ ദാനവും കുഞ്ഞുങ്ങൾ ഗുരുതരവുമാണ്, സമ്മാനവുമാണെന്നുള്ള ആ തിരിച്ചറിവിലൂടെ മക്കളെ ജന്മം നൽകിക്കൊണ്ട് ഒരു കുടുംബത്തിൻ്റെ വിശാലതയിൽ കടന്നു വരികയാണ്. നമുക്കറിയാം അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ഒക്കെ കുടുംബം, ദാവീദിൻ്റെ കുടുംബം, ദാനിയേലിൻ്റെ ജീവിതം ഒക്കെ വളരെ കാണുമ്പോൾ ധാരാളം കുടുംബങ്ങളിലൂടെയാണ് തമ്പുരാൻ ഇപ്പോൾ സംസാരിക്കുന്നത് അല്ലേ. ഉൽപ്പത്തി ഒരുപാട് പേര് വരുന്ന കാര്യത്തിൽ കുടുംബത്തെ മാറ്റി നിർത്തി പിതാവായ ദൈവത്തിൻ്റെ പുത്രങ്ങളോട് ഒന്നും ചെയ്യാനില്ലായിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ സംരക്ഷണയിൽ അന്ന് മുതൽ ഇതുവരെ ഇത്രക്കാലത്തോളം ദൈവം നമ്മുടെ കുടുംബത്തെ സംരക്ഷിച്ചു. അതിനൊത്തിരി കുറവുണ്ട്. ഞാനിവിടെ ഫാൻസിയൊക്കെ പറയുകയാണ്. ഒത്തിരി മിടുക്കിയായിട്ട് ഫാൻസിക്ക് ഇടയ്ക്കൊരു വിഷമമുണ്ടായിരുന്നു, നമുക്ക് അറിയാം. പക്ഷേ ആ കുടുംബത്തെ പ്രിയപ്പെട്ട ബാബു ഏറ്റെടുത്തുകൊണ്ട് നമുക്കൊരു റോൾ മോഡലാണ്. ബാബുവിൻ്റെ കുറച്ചിനെ മക്കൾ എൻ്റെയും മക്കളുടെ കൂടെ പഠിച്ചവരാണ്. നേഴ്സുകളൊക്കെ ആ കുടുംബം നമുക്ക് ഒരു മാതൃകയാണ്. നായിമിലെ വിധവയുടെ കുടുംബത്തെ നമുക്കറിയാം. ജീവിത പങ്കാളിയെ ഒരു ഭാഗത്ത് വെച്ച് നമ്മൾ ചിലപ്പോൾ നഷ്ടപ്പെട്ടവരായിരിക്കാം. അതൊക്കെ ദൈവത്തിൻ്റെ ഒരു ഇതാണ് പ്രത്യേകത. നമ്മളെ പറ്റിയുള്ള ഒരു പദ്ധതിയുടെ ഭാഗമാണ്. നിന്നെക്കുറിച്ചൊരു പദ്ധതി ആയിരിക്കും. എൻ്റെ നാശത്തിനല്ല, എൻ്റെ ക്ഷേമത്തിലുള്ള നിനക്ക് സുഖമായ പ്രത്യാശയും ഭാവിയും നൽകുന്ന അന്ന് നീ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ നിന്നുകൂടെ നിൽക്കുന്നത് തിരുവനന്തപുരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുപോലെ തന്നെ നമുക്കറിയാം 1 പത്രോസ് 1:6 പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ ശക്തമായ കരങ്ങളുടെ കീഴിൽ താഴ്മയോടെ നിൽക്കുക, തക്ക സമയത്ത് നിന്നെ ഉയർത്തിക്കൊള്ളും. അങ്ങനെ തക്ക സമയത്ത് ഉയർത്തുന്നവരാണ് ഞാൻ നിങ്ങളുടെ ശ്രേഷ്ഠ വൈദികനും ഈ സിസ്റ്റമെല്ലാം നമ്മൾ ഓരോരുത്തരെയും. അപ്പോൾ ദൈവത്തിൻ്റെ ആ ശക്തമായ കരങ്ങൾക്ക് കീഴിൽ നമ്മളുടെ 4 കണ്ണ് 2 കണ്ണാകുന്നത് വരെയും 2 കണ്ണ് മടങ്ങി പോകുന്നത് വരെയും ആ തവലിൽ ജീവിക്കാനായിട്ട് വിളിക്കപ്പെട്ടവർ നമ്മളതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ കുടുംബജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കറിയാം ആദ്യകാലങ്ങളിലുള്ള സൗമാര്യവും സൗരഭ്യവും കുറേ കഴിയുമ്പോൾ നമുക്ക് അന്ന് മൂല്യം പോകും അല്ലേ. അപ്പോൾ പ്രായത്തിൻ്റെ പ്രത്യേകത, അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ, നമ്മുടെ സാമ്പത്തികമായ ബലക്ഷയം, അല്ലെങ്കിൽ ഇഴയെടുക്കുമുള്ള കുടുംബ ബന്ധങ്ങളൊക്കെ വിള്ളലായിട്ട് മാറുന്നത് ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്കറിയാം. ഇങ്ങനെ നമ്മുടെ ഫിസിക്കൽ
സുവിശേഷത്തിലൂടെ പ്രധാനപ്പെട്ടവരാണ്, കണ്ടവരാണെങ്കിൽ അറിയാം. അപ്പോൾ അവിടെ നമ്മളതിനകത്ത് കണ്ടത് എന്താണ്? ആനയിൽ കൊടുക്കുന്നുണ്ടോ? അതൊക്കെ എൻ്റെ മാതാപിതാക്കൾ പഠിപ്പിച്ചൊരു കാര്യമാണ്. ചെറുപ്പം മുതലേ ഞങ്ങൾ പള്ളിയിൽ നിന്ന് വരുമ്പോൾ അമ്മ ഇല്ലേ സുവിശേഷം, വലിയ സുവിശേഷം എട്ടാമത്തെ വാക്കിലോ അത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നത്. ഞാൻ എൻ്റെ മക്കളെയും അങ്ങനെയാണ്. അപ്പം മുതലുണ്ട് അവർ പള്ളിയിൽ പോയി ചെല്ലുമ്പോൾ ഇന്നേതാ സുവിശേഷം, ഇന്നേതാ ലേഖനം, തീർച്ചയായിട്ടും അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് മക്കൾക്ക് കൊച്ചുമക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. ചിലപ്പോൾ അതൊന്നും നമ്മളത്ര ശ്രദ്ധിക്കാറില്ലായിരിക്കും, അല്ലേ? അപ്പം ഈശോയോട് ചേർന്ന് നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകുമ്പോൾ ആ ബലിപീഠത്തോട് ചേർന്നായിരിക്കണം നമ്മുടെ ജീവിതം. അപ്പോൾ നമ്മൾ വിചാരിക്കും മക്കളൊക്കെ വലുതായി, അല്ലെങ്കിൽ അവർ കൊച്ചുമക്കളായി, ഇനി ഭാര്യ ഭർത്താവും തമ്മിലുള്ള ആ ഒരു ഊഷ്മളതയൊന്നും ഇല്ല. നമ്മൾ എത്രത്തോളം നമ്മളിവിടെ ജീവിക്കുന്നു അന്ന് വരെ നിങ്ങൾ ആദ്യം തിരുവെടുക്കാരായി വെച്ച് തിരുവനന്തപുരം വരെ സന്തോഷത്തിലും ആനന്ദത്തിലും ബുദ്ധിമുട്ടിലുമൊക്കെ മനസ്സോടെ ജീവിക്കാമെന്ന് ഉള്ള ആ വാഗ്ദാനം നമ്മൾ അന്ന് വരെയും അന്ന് വരെയും നമ്മുടെ കയ്യിൽ ഉണ്ടായില്ല. ഞാൻ ഒത്തിരി കുടുംബങ്ങളെ കാണുന്ന ആളാണ്. ഞാൻ ഒത്തിരി ആൾക്കാരെ ബന്ധപ്പെടുന്ന വ്യക്തിയാണ്. അപ്പോൾ പലരുടെയും നമ്മൾ കാണുന്ന മുഖങ്ങളല്ല, അവരുടെ സ്വകാര്യതയും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. കാണുമ്പോൾ എല്ലാവരും നല്ല നല്ല സാരിയെ കൊടുത്ത് നല്ല ഭംഗിയായിട്ട് നല്ല മനുഷ്യനെ കൊടുത്ത് നാടിനെ കുറിച്ച് കണ്ടാൽ വളരെ ഇമ്പമാണ്. പക്ഷേ ഉള്ളിനുള്ളിൽ നോക്കുന്ന പല കാര്യങ്ങളും അതൊക്കെ നമ്മൾ ഇറക്കി വയ്ക്കണം. അതൊക്കെ നല്ല വ്യവസായത്തോടെ മാറ്റി വെച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാനൊരു അമ്മയെന്ന നിലയിൽ, ഞാനൊരു അധ്യാപിക നിലയിൽ, ഞാൻ മറ്റുള്ളവർക്കൊക്കെ കൗൺസിലിംഗ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ആ ഒരു അർത്ഥത്തിൽ കൂടെ പറയുകയാണ്, നമ്മുടെ ജീവിതം അതൊരു ജീവിതം എന്താണ്, ഒരു സ്വതോന്മുഖമായിരിക്കണം. ഇന്ന് വരെ നമ്മൾ ജീവിച്ചു, ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്തു. പിന്നെ മക്കളായി, മരുമക്കളായി, കൊച്ചുമക്കളായി. അപ്പം നമ്മുടെ വിചാരം നമ്മൾ ഉൾവരിയുന്ന ഒരു കാര്യത്തേക്ക് കുടുംബങ്ങളെയാണ് വളരെ പ്രൗഢിയോടെ ജീവിച്ചു. നല്ല ഇതായി മക്കളുമായി, മക്കൾ വലുതായി, മരുമക്കളായി, കൊച്ചുമക്കളാകുമ്പോൾ നമ്മുടെ സ്ഥാനം പോയെന്നാണ് നമ്മുടെ വിചാരം. ഒരിക്കലുമില്ല. കുടുംബത്തിന് കാരണവര്, കുടുംബത്തിൻ്റെ അമ്മയും കുടുംബത്തിലെ മെഴുകുതിരി എന്നും ഈ അമ്മയും അമ്മയാണ്. മക്കളാകട്ടെ, മരുമക്കളാകട്ടെ, കൊച്ചുമക്കളൊക്കെ ഉണ്ടാകട്ടെ, നിങ്ങളിലൂടെയാണ്. നിങ്ങൾ ആദ്യം കാര്യമൊക്കാവായിരുന്നു. ഇത് നമുക്ക് വേറൊരു ലെവലിലേക്ക് പോകണം. എന്താണ്? അമ്മയപ്പന്മാരായിരിക്കണം. അത് നമ്മൾ കുറേ കാലം നമ്മളിങ്ങനെ കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ വേറെ നമുക്കൊരു ഡെസിഗ്നേഷൻ കിട്ടും. എന്താണ്? ഗ്രാൻഡ് പേരൻസ്, അല്ലേ? ആണോ? മുത്തച്ഛനും മുത്തശ്ശിയാവുകയാണ്. അപ്പോൾ നോക്കി നോക്കിയാൽ ദൈവം നമ്മുടെ ജീവിതയിലാക്കുന്ന ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യാൻ നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. പക്ഷേ ഇന്നിപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ കുറച്ച് പേരെങ്കിലും വന്നത് ഒരു സന്തോഷം ഉണ്ടാകട്ടെ, കുറച്ച് പേരുകളൊക്കെ കൂടെ നമുക്ക് സന്തോഷം, സമാധാനം. അതല്ല, മറിച്ച് കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തിലാണ് ആ സമാധാനം ഉണ്ടാകുന്നത്. കൊച്ചുമക്കളൊക്കെ നിങ്ങളെ കണ്ട് പറഞ്ഞു. ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്, എൻ്റെ മോനും ഉണ്ടായി അന്തരാസമയത്ത് എൻ്റെ വിളിക്ക് അമ്മച്ചിട്ടുണ്ടായിരുന്നു. കോളേജിൽ പോകണമല്ലോ. അപ്പോൾ പിന്നെ ഹസ്ബൻഡിന് ചെയ്തു. അപ്പോൾ ഞങ്ങൾക്കൊരു സഹായം ഉണ്ടെങ്കിൽ എല്ലാ അമ്മയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മക്കൾ വന്നു പോയപ്പോൾ കൊച്ചു കുഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ ഓർക്കുന്നത് നമ്മളൊരു 3 മാസമൊക്കെ ആയ സമയത്ത് അമ്മ വെളുപ്പിനെഴുപ്പേര് ഭർത്താവേ ആ പാട്ട് പാടി എൻ്റെ കുഞ്ഞിനെ വെളുപ്പിനെ സമയത്ത് നിങ്ങൾ ഓർത്ത് നോക്കി. അങ്ങനെ എത്ര ഗ്രാൻഡ് പേരൻസ് ചെയ്യുന്നുണ്ട്. എത്ര കുറിച്ച് കഴിക്കാൻ പഠിപ്പിക്കുകയും ഓട്ടോ പോയി എൻ്റെ പോലെ വീട്ടിൽ കഴിഞ്ഞാൽ വരെ എല്ലാവരെയും പഠിപ്പിക്കുകയും ആ സമയം വരെയും ഓട്ടം പറയുകയാണ്. എന്തൊക്കെ സീറ്റ് വളർത്തുന്നത് പറ്റുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ മക്കളെ എല്ലാ കുട്ടികളാണെങ്കിലും പ്രാധാന്യം നൽകിയ കാര്യങ്ങളൊക്കെ ഒക്കെ അവർ എന്താണ് ബലിപീഠത്തോട് ചേർന്ന് ജീവിക്കാനും മാതാപിതാക്കളായും നമ്മൾ പഠിപ്പിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കാലിടറിയില്ല. അതാണ് നമ്മൾ വിചാരിക്കും മക്കൾക്കൊക്കെ ആ ഒരു ലെവലൊന്നും വേണ്ട, കുറച്ച് എന്താണ് ഭൗതികമായ കാര്യങ്ങൾ, നല്ല വിദ്യാഭ്യാസം കൊടുക്കുക, നല്ല ജോലി കൊടുക്കുക, അതുകൊണ്ട് നമ്മുടെ കാര്യങ്ങളൊന്നുമില്ല. വലിയ ഉത്തരവാദിത്വമുണ്ട്. തമ്മിൽ ചോദിക്കും, നിന്റെ മകനെ, നിനക്ക് ദാനമായിട്ടുള്ള മകനെ, നിന്റെ പേരുകാരനായ കൊച്ചുമകനെ നീ എങ്ങനെ തമ്പുരാന് വേണ്ടി വളർത്തി? ആ ഒരു ചോദ്യത്തിന് നാം എല്ലാം ഉത്തരം കൊടുക്കേണ്ടതാണ്. തീർച്ചയായിട്ടും ആ മേഖലയിലൊക്കെ നമ്മൾ തകർന്നിരിക്കുകയാണ്. എവിടെയൊക്കെ തമ്പുരാന് വേണ്ടി ജീവിതം മാറ്റി വയ്ക്കുന്നു, എവിടെയൊക്കെ തമ്പുരാനെ മക്കൾക്ക് കുടുംബത്തിന് അണിച്ചു കൊടുക്കുന്നു, ആ കുടുംബമൊക്കെ മരമേൽ പണിത കുടുംബം പോലെ തിളങ്ങും. എത്രയേറെ പ്രശ്നങ്ങളുണ്ട്. ആഴത്തിൻ്റെ ആഴിയിൽ പോയാലും അത് നിൽക്കില്ല. സർപ്പദംശനം ഏൽക്കുകയില്ല. നിന്റെ അടുപ്പിലെ തീ കെടുകയില്ല. ഭരണിയിലെ എണ്ണ കുറയുകയില്ല. കാരണം സർവശക്തനായ ദൈവം നിന്നെ സൃഷ്ടിച്ച് പരിപാലിച്ച് ഒരു കുടുംബത്തിൻ്റെ ഭാഗമാക്കി, കുടുംബത്തിൻ്റെ അമ്മയായി, കുടുംബത്തിൻ്റെ വല്യമ്മയായി, കുടുംബത്തിൻ്റെ അപ്പനായി, വല്യപ്പനായി മാറ്റാനുള്ള ഒരു ശുശ്രൂഷ പൗരത്വത്തിലേക്കാണ് ഞാൻ ആ വിളിയുടെ ഉത്തരം കൊടുക്കുവാൻ നമുക്ക് ബാധ്യസ്ഥരാണ്. അവിടെ സ്നേഹത്തിൻ്റെ പ്രതിബദ്ധതയുണ്ട്, സഹനത്തിൻ്റെ മാധുര്യമുണ്ട്, ഇല്ലായ്മയുടെയും വല്ലായ്മയുടെയും എല്ലാം ഒത്തുചേരലെല്ലാം ഉണ്ട്. അവിടെയെല്ലാം എനിക്ക് ഉപേക്ഷിച്ച് പ്രത്യേകമായിട്ട് പല പ്രിൻസ് എനിക്ക് അവിടെ പല ബന്ധമാണ്. കാരണം ആ പ്രിൻസിനൊരു അല്ലേ പിന്നെ അസുഖം വന്നാലും ചക്രം അല്ലേ ഒരു സ്കൂട്ടർ നിലനിൽക്കാൻ കൊടുക്കാനൊക്കെ സാധിച്ചു. അതിനൊക്കെ പ്രിൻസ് പോകുന്നതാണ് ഞാൻ സന്തോഷിക്കാം. അപ്പോൾ
മാതൃവേദി അല്ലെങ്കിൽ സീനിയർ സിറ്റിസൺ ഫോറം, ഇവിടെയുള്ള EDM എല്ലാ സംഘടനകളും പ്രവർത്തിച്ച് ജീവിതത്തെ കരുപിടിപ്പിച്ച വ്യക്തിയാണ്. ഒത്തിരിയേറെ സാമ്പത്തികമൊന്നുമില്ല, ജീവിത പങ്കാളി ഇല്ല, മക്കളും അമ്മയെ ധൈര്യത്തിൽ ജീവിച്ചതിൽ പോലും ഇവിടെ ഇരിക്കുന്ന എല്ലാവരെക്കാളും മനസ്സിന് സന്തോഷമുള്ള വ്യക്തിയാണ് ചേച്ചി. നമുക്കൊക്കെ എല്ലാവരും ജോലിയുടെ റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥന്മാരാണ്, നിങ്ങളുടെ കുടുംബത്തിൽ ഭദ്രതയുടെ റിട്ടയർ ചെയ്തത്, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എങ്ങനെയായിരിക്കുന്നോ ഒരമ്മയും അപ്പനും, നിങ്ങളാണ് കുടുംബത്തിലെ അമ്മയും അപ്പനും. അതുപോലെ തന്നെ നമ്മുടെ മക്കളെ സ്നേഹിക്കാനും മരുമക്കളെ ചേർത്ത് പിടിക്കാനുള്ള ഒരു ഉത്തരവാദിത്വമാണ്. നമ്മൾ അമ്മയായിരിക്കണം. എൻ്റെ മകൻ കല്യാണം കഴിച്ചു. അപ്പോൾ ഞാനിപ്പോൾ എല്ലാവരും എനിക്ക് 4 മക്കളാണ്, ഒരു മോനും 2 പെൺകുട്ടികളുമാണ്. അപ്പോൾ മോളും കൂടെ വന്നപ്പോൾ 4 മക്കളെന്നാണ് എല്ലാവരോടും പറയാറുള്ളത്. ഞാൻ ഇന്ന് വരെ മോൻ്റെ ഭാര്യയാണെന്ന് പറയാറില്ല. 4 മക്കളുണ്ട്. അതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ ആ കുഞ്ഞുങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ നമ്മുടെ കുടുംബ ജീവിതത്തിൽ ആ നന്ദിയുണ്ടാകും. നമ്മൾക്ക് വന്ന് നമ്മൾ കല്യാണം കഴിച്ച വീട്ടിലെ മകൻ കല്യാണം കഴിച്ചുകൊണ്ടുള്ള മക്കളെയൊക്കെ നമ്മൾ സ്നേഹിക്കാനും ബഹുമാനിക്കുവാനും പഠിക്കണം. നമുക്കിന്ന് ബഹുമാനം കൊടുക്കാനും അത് സ്വീകരിക്കാനും അറിയില്ല. മറ്റുള്ളവരുടെ പരിവേദനകൾ അത് പറയുന്ന ഒരു വ്യവസ്ഥയിൽ നിന്ന് മാറണം. നമ്മൾ കുറച്ച് പ്രായമാകുന്നതോറും നമുക്ക് കോംപ്ലക്സിറ്റി കൂടുകയാണ്. നമുക്കൊക്കെ അറിയാതെ സങ്കീർണത കൂടിയാണ്. നമ്മൾ ആദ്യം വിചാരിക്കും ഞാൻ ഒറ്റപ്പെട്ട ഒരു ദുരിതത്തിലേക്ക് മാറുകയാണ്. രണ്ടാമതായിട്ട് കുറച്ച് ജനറേഷൻ ഗ്യാപ്പ് ഉണ്ടായി. അത് വേറെ കാര്യം. നമ്മുടെ ഇന്നത്തെ കുട്ടികളുടെ ആ ലെവലിൽ വല്ല നമുക്കാണ് അല്ലേ. അപ്പം ആ ഒരു വിധത്തിൽ നമുക്ക് കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായാൽ പോലും അമ്മ എന്ന നിലയിലുള്ള ഉത്തരവാദിത്വം വലുതാണ്. അമ്മയാണ്, ഗ്രാൻഡ് പേരൻ്റ് അല്ല, അമ്മയാണെന്ന് മാത്രം വിചാരിക്കുക. അതുപോലെ നിങ്ങൾ അപ്പനാണ്. മക്കൾക്ക് വേണ്ടി, കൊച്ചുമക്കൾക്ക് വേണ്ടി ജീവിതം വേണം ചെയ്യാണ്. ആ നിങ്ങളുടെ ചോരയും നീരും എല്ലാം ഇട്ടാലും മക്കളെയും കുടുംബത്തിൻ്റെ ഭദ്രതയ്ക്ക് ജീവിത പങ്കാളിയോട് വിശ്വസ്തയോടെ, സ്നേഹത്തോടെ, ബഹുമാനത്തോടെ, അംഗീകാരത്തോടെ നിങ്ങൾ ജീവിച്ച ആ ജീവിതം തുടരുക. അതുപോലെ കുടുംബത്തിൻ്റെ വിളക്കാണ് ഓരോ അമ്മയും. ഒരമ്മയൊരു മെഴുകുതിരിയാണ്. അമ്മയെന്ന മെഴുകുതിരി കത്തി പ്രകാശിച്ചെങ്കിൽ മാത്രമേ ഭർത്താവിനും മക്കൾക്കും മരുമക്കൾക്കും കൊച്ചുമക്കൾക്കും ജീവിതത്തിൽ ആ കുടുംബത്തിന് മുഴുവൻ പ്രകാശം ലഭിക്കുകയുള്ളൂ. അമ്മയാണ് ഒരു വ്യക്തിയെ, ഒരു കുടുംബത്തെ ഇരുട്ടിലാക്കുന്നതും പ്രകാശപൂരിതമാക്കുന്നതും. അപ്പോൾ അമ്മയുടെ കയ്യിലാണ് ആ കുടുംബത്തിൻ്റെ മുഴുവൻ പദ്ധതി. അപ്പനെ കുടുംബത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി കുടുംബത്തിൻ്റെ എന്താണ് അല്ലെങ്കിൽ കുടുംബം മുഴുവൻ ചലിക്കുന്നത് അപ്പനെ കൂടിയാണെങ്കിലും കുടുംബങ്ങളെല്ലാം സാമൂഹികം ഒഴുകുന്നത് നീതി ജലം പോലെ ഒഴുകണമെങ്കിൽ അമ്മയുടെ സഹനശക്തിയും അമ്മയുടെ ആത്മാർത്ഥതയും അമ്മയുടെ പ്രാർത്ഥനാ ജീവിതമാണ് മുൻപോട്ട് പോകുന്നത്. അതാണ് കുടുംബത്തിലെ പ്രാർത്ഥനയുടെ പ്രണവമന്ത്രം എന്ന് മലയടിക്കണം. ഏതെല്ലാം പ്രശ്നങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും അമ്മയൊക്കെ കുടുംബത്തിൽ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുണ്ട്. പ്രശ്നങ്ങളില്ലാത്ത ഒരു കുടുംബവുമില്ല. എന്തെല്ലാം ജോലിയുണ്ടെങ്കിലും എന്തെല്ലാം വീട്ടിൽ സാമ്പത്തിക പദ്ധതിയുണ്ടെങ്കിലും ആരോഗ്യമുണ്ടെങ്കിലും എല്ലാം ആണെങ്കിലും കുടുംബത്തിൽ ഓരോ ദിവസം അനുദിനം അതേ പറഞ്ഞു ഇന്നത്തെ മാത്രം മതി. ആ സഹനങ്ങൾ മാത്രമല്ല, സഹനങ്ങൾ, പീഡകൾ, പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. അതൊക്കെ സഹിക്കാനും അതൊക്കെ ഏറ്റെടുക്കാനും പ്രാർത്ഥനയോടെ എല്ലാ ബന്ധനത്തിനും മറുപടി കാണാനും നമ്മൾ സിദ്ധരാണ്. ഞാനൊരു എന്തെങ്കിലും ഇടപെടും, എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ, എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ വരുമ്പോൾ ഞാൻ ഉപവസിക്കും. തീർച്ചയായും ഞാൻ ഈ ദിവസങ്ങളിൽ എനിക്കൊരു പ്രത്യേക ആവശ്യമുണ്ട്. അപ്പം ഞാൻ ഉപവസിക്കും. ഈ രാത്രി ഒരു 5-6 ദിവസം രാത്രിയുടെ ഭക്ഷണം ഉപയോഗിച്ചു. അതൊക്കെ പഠിച്ച എൻ്റെ അമ്മയാണ്. ഞങ്ങളുടെയൊക്കെ പരീക്ഷാകാലത്ത് ഞാൻ MA എടുത്ത PhD എടുത്തു, 3 ഡിഗ്രികളൊക്കെ എടുത്തു. ഞങ്ങൾ അതുപോലെ എൻ്റെ സഹോദരങ്ങളും ഒക്കെ പഠിത്തക്കാരും ജോലിക്കാരും അധ്യാപകരും ഒക്കെയാണ്. അപ്പം ഞാനിപ്പോൾ ഓർപ്പാണ് എൻ്റെ വലിയപ്പം പറയുമായിരുന്നു. എൻ്റെ അമ്മച്ചി അന്ന് അതിരപ്പുഴ പോകാനായിരുന്നു. ഞാൻ പാറമ്പഴക്കാരിയാണ്. അപ്പോൾ അതിരപ്പുഴ പോകാനായി ആദ്യത്തെ മാതൃവേദി പ്രശ്നം ഉണ്ടായിരുന്നില്ല. അമ്മയ്ക്കില്ല. അതൊക്കെയാണ് അമ്മയുടെ പ്രാർത്ഥനാ ജീവിതവും സഹനവും ഉപവാസവും ഒക്കെ ഞങ്ങൾക്ക് മക്കൾ പഠിച്ചത്. അതൊക്കെ നമ്മൾ ഇങ്ങനെ കൊണ്ടുപോകും. അതാണ് നമ്മുടെ പൈതൃകം. അപ്പം അമ്മ എൻ്റെ ചേച്ചി ചേച്ചിക്ക് ഡിഗ്രിയുടെ സമയത്ത് BSc സുവോളജി കിട്ടിയാണ് CMS കോളേജ്. അപ്പോൾ അമ്മ ഞാൻ പറഞ്ഞിരുന്നു ചേച്ചി ക്ലാസ് പരീക്ഷയാണ്, ഫൈനൽ യൂണിവേഴ്സിറ്റി എക്സാം അല്ല. അപ്പോൾ പ്രാർത്ഥന അന്നേരം അമ്മ എന്ത് ചെയ്യുകയാണ്, നെഞ്ചി കത്തി ചോദിച്ച് പ്രാർത്ഥിക്കുക. അന്നേരം അമ്മ ചേച്ചി പറഞ്ഞമ്മേ ക്ലാസ് പരീക്ഷയുണ്ട്, അമ്മ സാറിയില്ല, അമ്മ ഇത് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ വലിയപ്പം കാര്യങ്ങൾ ക്രിസ്ത്യാമേ ഇതെല്ലാം ഇരുന്നത് നോക്കുന്ന പരീക്ഷ കൊള്ളാം, ഇതാണ് കുടുംബം. അവരൊക്കെ നല്ല നിലയിലായിരുന്നു അമ്മയുടെ പ്രാർത്ഥനയാണ്. അപ്പോൾ ഞങ്ങൾ ഓരോ സമയത്തും ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന, ഞങ്ങളുടെയൊക്കെ വലിയ ഫൈനൽ എക്സാമിലൊക്കെ അമ്മ ഉപവാസവും പ്രാർത്ഥനയാണ്. അതുപോലെ വേറൊരു കാര്യം, ഞങ്ങൾ 4 മക്കളാണ് എൻ്റെ അമ്മയ്ക്ക് അച്ചാച്ചൻ. അപ്പോൾ ഞങ്ങൾ 4 പേരുടെയും ഞാനൊരു ഓർക്കുകയാണ്, 4 പേരുടെയും കല്യാണത്തിൻ്റെ ദിവസം അമ്മ രാവിലെ മുതൽ ഞങ്ങൾ വീട്ടിൽ വന്ന് കുളിച്ച് പ്രാർത്ഥിച്ച് ഞങ്ങൾ അത്താഴം കഴിച്ചപ്പോഴാണ് എൻ്റെ അമ്മ ഭക്ഷണം കഴിച്ചത്. എത്ര അമ്മനെ കാണാൻ സാധിക്കും? ഒരമ്മയെയും അങ്ങനെ കാണാൻ സാധിക്കില്ല. ഞാൻ എന്നാലും അന്ന് അത് ഒരു കാര്യം തീരുമാനിച്ചതാണ്, എൻ്റെ മക്കളുടെ കല്യാണത്തിന് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. എൻ്റെ മോൻ്റെ കല്യാണം 1.5 വർഷം മുമ്പായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ അന്ന് രാവിലെ ഭക്ഷണം കഴിച്ചില്ല. ഉച്ചയ്ക്ക് ഞാൻ അമ്മ കാണിച്ച പോലെ ഉപവസിക്കാൻ എന്നപ്പോഴത്തേക്ക് എന്നോട് എൻ്റെ അറിയാൻ സിസ്റ്റർ വിളിച്ചത് മോളെ ഇന്ന് ഉപവസിക്കേണ്ട, മോൻ്റെ ഒരു പിടി ചോറ് ഉണ്ണണം, എന്നിട്ട് ഞാൻ അതുകൊണ്ട് ഭക്ഷണം കഴിക്കുകയായിരുന്നു. പക്ഷേ എൻ്റെ മനസ്സിൽ കുഞ്ഞിനെ പ്രാർത്ഥനയോടെയായിരുന്നു.
നിങ്ങൾ നോക്കിയിട്ട് ഞാൻ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങളാണ് എൻ്റെ അമ്മ ചെയ്തൊരു കാര്യമാണ്. മക്കളുടെ 4 പേരുടെയും കല്യാണത്തിന് ദിവസം അമ്മ ഉപയോഗിച്ച് രാത്രി ആണ് ഭക്ഷണം കഴിച്ചത്. അങ്ങനെ അമ്മമാർ ജീവിക്കുന്ന കുടുംബത്തിൽ ഒരു പരാധീനതയും ഉണ്ടാവില്ല. എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും പ്രതിസന്ധികൾ വന്നാലും അവിടെയെല്ലാം തമ്മിലാണ് നമ്മളെ താങ്ങും. അതുപോലെ തന്നെ മക്കളെ ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്. എൻ്റെ നാത്തു ഞങ്ങൾക്കൊരു ഞങ്ങൾ 3 പെൺകുട്ടികളാണ്. അപ്പം ആങ്ങളയുടെ കാര്യം ഈ സമയം അമ്മ ഞങ്ങളെക്കാളും സ്നേഹമായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ പഠിച്ചത്. അപ്പോൾ എനിക്ക് കൊണ്ട് വരുമ്പോൾ എൻ്റെ മോളാണ്, അല്ലാതെ എനിക്ക് മരുമോളായിട്ടൊന്നും തോന്നിയിട്ടില്ല. മോളാണ് എൻ്റെ ഒരു മോളും പ്രിയയാണ്, വന്നതും പ്രിയ, പേര് കൊണ്ട് ഒരുപോലെ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ നമ്മൾ കാണിക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ സ്നേഹിക്കുമ്പോൾ നമ്മുടെ കുടുംബജീവിതം ഭദ്രമാവുകയാണ്, നമ്മളുടെ മക്കളുടെ ജീവിതം വലുതാവുകയാണ്. പക്ഷേ നമുക്ക് ചില കാര്യങ്ങൾക്ക് അലോസരങ്ങളുണ്ടാകാം, ബുദ്ധിമുട്ടുകളുണ്ടാകും. പക്ഷെ അതെല്ലാം നമ്മൾ മാറ്റിയെടുക്കണം, സന്തോഷിക്കണം, സന്തോഷത്തോടെ ജീവിക്കണം. അതാണ് പ്രിയമുള്ളവരെ മുഖ്യ ആവശ്യം. നമുക്ക് അസ്വസ്ഥതകളെ, ബുദ്ധിമുട്ടുകളെ അല്ലെങ്കിൽ പിന്നെ കുറച്ചുകൂടെയൊക്കെ പ്രായമാകുമ്പോൾ അതിനനുസരിച്ചുള്ള രോഗങ്ങൾ വന്നാലും അതൊക്കെ നമ്മൾ മരുന്നൊക്കെ കഴിച്ചുകൊണ്ട്, പക്ഷെ അവിടെയൊന്നും നമ്മൾ എല്ലാത്തിനും ഇങ്ങനെ ജന്മനകൾ പറഞ്ഞുകൊണ്ട് എല്ലാത്തിനും പരാധീനത കാണിക്കുന്ന ഒരു അമ്മയപ്പനായെങ്കിൽ ആ കുടുംബം തകരുകയാണ്. തീർച്ചയായിട്ടും ഞാൻ വീണ്ടും പറയാം. ഞാൻ ഈയിടെ ഒരു മീറ്റിങ്ങിൽ ഫാൻസി മോളെയും ബാബുവിനെയും കണ്ടായിരുന്നു. അപ്പം ആ ബാബുകുട്ടി ഫാൻസിയെ ചേർത്ത് പിടിക്കുന്നത് കണ്ടിട്ട് എൻ്റെ പോലും കണ്ടു തന്നു. വണ്ടിയെ കൊണ്ടുവന്ന് പുള്ളിക്കാരി സോ ക്യൂട്ട് ആൻഡ് ബ്യൂട്ടിഫുൾ ബിക്കോസ് ഓഫ് ബാബുവിനോ അദ്ദേഹത്തിൻ്റെ ആ പരിചയം, അദ്ദേഹത്തിൻ്റെ സ്നേഹം. നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും അസ്വസ്ഥതകളൊക്കെ വന്നാൽ പ്രത്യേകിച്ച് പുരുഷന്മാർ 2 ദിവസം ഭാര്യയ്ക്ക് രോഗി കിടപ്പാണ് മേലെ ഇല്ല. അതുപോലെ തന്നെ മക്കളാണെങ്കിലും അമ്മയ്ക്ക് മേലെ ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ എത്രമാത്രം കിടന്ന് ജോലി ചെയ്താലും ഇവിടെ ഇരിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാവരുടെയും ജീവിതത്തിൻ്റെ പ്രത്യേകതയാണ്. രാവിലെ വരുമ്പോൾ എന്തൊരു കാര്യങ്ങൾ ചെയ്ത് രാത്രി ചെയ്താലും ഒരു അസ്വസ്ഥത വന്നാൽ, ഒരു മനപ്രയാസം വന്നാൽ അത് ഏറ്റെടുക്കാനായിട്ട് നമുക്ക് ആരുമില്ല, അല്ലേ? തീർച്ചയായും എല്ലാവരുടെയും മുഖത്തിൽ അത് തന്നെയാണ്. പ്രിയമുള്ളവരെ, നിങ്ങളുടെ പരിപാടികൾ ഇവിടെ ഇല്ലായിരിക്കാൻ വേണമെങ്കിൽ ആ ഒരു കാര്യം വേണം. ഭർത്താവ് കൂടെ വന്ന് എന്നാ ഉണ്ട് സാരിയില്ല കൂടി നടുത്ത് കയ്യൊന്ന് തിരുമ്പി കൊടുത്ത് വൈകിട്ട് വിളിച്ച് കിടന്ന് അത് ആവശ്യമാണ് നമുക്ക്. തീർച്ചയാണ് നമ്മുടെ ജീവിതം ബലിയർപ്പിക്കപ്പെടുന്നത് നിങ്ങളുടെ ബെഡ്റൂമിലാണ്. അവിടെ നമ്മൾ ഒരുമിച്ചായിരിക്കണം. ഒരുമിച്ച് നമ്മൾ ആകുന്നത് ഒരു സെക്ഷൽ റിലേഷൻ മാത്രമല്ല. നമ്മൾ ആ മനുഷ്യൻ്റെ ചൂടും ചൂരും ആ മനുഷ്യൻ്റെ അല്ലെങ്കിൽ ആ ഭാര്യയുടെ കണ്ണുനീരും എല്ലാം ഒപ്പിയെടുക്കണം. അപ്പോൾ തീർച്ചയായിട്ടും ആരോഗ്യമാണ് ഉണ്ടാകുന്നത്. കുറേ പ്രായമാകുമ്പോൾ 2 പേര് 2 മുറിയിലൊക്കെ കിടന്ന് അതല്ല, ഒരുമിച്ചായിരിക്കണം. അതിൻ്റെ ഒരു സൗമാര്യം, ആയുസ്സും ബലവും കൂടും. ശാസ്ത്രത പറയുന്നത് ഭർത്താവിൻ്റെ ചൂട്, ഭാര്യയുടെ തണുപ്പ്, ഭാര്യയുടെ വിയർപ്പ്, ഇതെല്ലാം ഏറ്റെടുക്കുമ്പോൾ നമ്മളുടെ നമുക്ക് കൂടുതൽ എനർജി ഉണ്ടാകുകയും. തീർച്ചയായിട്ടും നമുക്ക് ചിലപ്പോൾ അറിയാം 4 തരത്തിലുള്ള ഹോർമോണൊക്കെ ഉണ്ട്. പിന്നെ ആ ഹോർമോണൊക്കെ നമുക്കെന്താണ് ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാകുകയാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ ആയുസ്സും ആരോഗ്യവും കാണാൻ ഭംഗിയും സൗന്ദര്യവും വരികയാണ്. അങ്ങനെ നമ്മൾ ഒരുമിച്ചായിരിക്കണം. അതുകൊണ്ടായിരിക്കണം മക്കൾ വളരുക. നിങ്ങളുടെ സന്തോഷവും നിങ്ങളുടെ നല്ല പെരുമാറ്റവും സ്വഭാവശുദ്ധിയും വായിൽ നിന്ന് നല്ല വാക്കുകൾ വരുന്നത് കണ്ടായിരിക്കണം കുടുംബത്തിൽ അന്തരീക്ഷം നല്ലതാകുന്നത്. അല്ലാതെ കാണുന്നതിനെല്ലാം മക്കൾ ചിലപ്പോൾ എല്ലാ മക്കളും എടുക്കലായിരിക്കണമെന്നില്ല. മക്കൾ അവനങ്ങനെയാ അല്ലെങ്കിൽ ആ മകൻ നല്ലതാ ഈ മകൻ നല്ലത് അങ്ങനെയുള്ള കമ്പാരിസൺ ചെയ്യരുത്. പല പേരൻസ് ചെയ്യും. എൻ്റെ മൂത്ത മകൻ എടുക്കണം, അവൻ്റെ കൂടെ എല്ലാം വെളിയിലെ കെട്ടിച്ചതേ നടന്നില്ല. എന്നോ നമ്മുടെ വീട്ടിലെ പരാധീനതകൾ നമ്മുടെ 4 ചുവരിനകത്ത് മാത്രം ഒതുങ്ങണം. അതുപോലെ തന്നെ വേറൊരു കാര്യങ്ങളുണ്ട്. നിന്റെ കൂടെ സന്നിധനല്ലാത്തവൻ്റെ അല്ലെങ്കിൽ സന്നിധനല്ലാത്ത ആരുടെയെങ്കിലും കാര്യത്തെപ്പറ്റി നീ നാവ് കൊണ്ട് എന്തെങ്കിലും പറഞ്ഞാൽ നിന്റെ മക്കൾ അന്ധകാരത്തിൽ അലയും. സുഭാഷിതം പറഞ്ഞു, നമ്മൾ നോക്കിയോ, സുഭാഷിതത്തിൽ പ്രഭാഷകൻ പറയുന്നുണ്ട്. നിന്റെ കൂടെ സന്നിധനല്ലാത്ത മറ്റൊരാളുടെ എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് നീ വിമർശിക്കുകയോ അവനെ നീ ഒരു പരിഹാസപാത്രമാക്കുകയോ ചെയ്താൽ തലമുറകൾ അത് പ്രതിക്കും. നിന്റെ മക്കൾ അന്ധകാരത്തിൽ അലയും. ഓർത്ത് നോക്കിക്കൊള്ളുക. മക്കളെ ഏതൊക്കെയായാലും പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് വേണ്ട വിഭവസാധ്യതകൾ കിട്ടുന്നുണ്ടെങ്കിൽ പ്രിയമുള്ള മാതാപിതാക്കളെ നമ്മുടെ സംയമന കുറവാണ്. ഇന്ന് പോലും നിർത്തിക്കൊള്ളുക. മറ്റുള്ളവരെ കുറിച്ച് വിമർശിക്കാൻ നീ ആരാണ്? അവരുടെ കാര്യത്തിൽ തലയിടാൻ നീ ഇല്ല. വിളിച്ചവൻ വിശ്വസ്തനാണ്. ആ വിശ്വസ്തയോടെ നിന്നെക്കാത്ത് പരിപാലിക്കും. മറ്റവരും അങ്ങനെ തന്നെ ആയിരിക്കില്ലേ. അപ്പോൾ മറ്റുള്ളവരെ കുറിച്ചുള്ള കാര്യങ്ങൾ അവരങ്ങനെയാണ് ഇവരിങ്ങനെയാണ് ഇനിയൊക്കെ പറയാൻ എന്താണ്? നമ്മുടെ ആയുസ് കുറയുകയാണ്, ആരോഗ്യം കുറയുകയാണ്, നമ്മളുടെ ഹോർമോണിലൊക്കെ വേരിയേഷൻസ് വരികയാണ്. ഓക്കെ, അപ്പോൾ മനസ്സിലായി. അപ്പോൾ ഡോക്ടറിന് ഒരു ഹോർമോൺ ഉണ്ട് നമുക്ക് നമ്മൾ പരിശോധന. അപ്പം നമ്മൾ നല്ലത് ചെയ്യുമ്പോൾ അതിന് വികാസം ഉണ്ടാകുകയാണ്, നമുക്ക് സന്തോഷം ഉണ്ടാവുകയാണ്, മുഖത്ത് പ്രസന്നത ഉണ്ടാവുകയാണ്. എപ്പോഴും ഇനി ആമിയും ഭൂമിയും ഒന്നും ഇരിക്കേണ്ട കാര്യത്തില്ല. തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ കുടുംബത്തിൻ്റെ വേണ്ടിയിട്ട് വെള്ളങ്ങൾ വരാതെ നോക്കാനും പ്രിയമുള്ള അപ്പന്മാരെ അതിനുള്ള ഉത്തരവാദിത്തമാണ്. മകനെന്ത് ജോലിയുണ്ടാവും എന്തെങ്കിലുമാണ്. പക്ഷേ അപ്പനായിരിക്കണം കുടുംബത്തിൽ എന്നെടുക്കുക. ഈ ശീർഷണത്തിലൂടെ ആയിരിക്കണം ആ കായികയിലും മറ്റവരിലേക്കും വരിക.
തലമുറകളുടെ രക്ഷാധികാരികൾ അപ്പന്മാർ തന്നെ. തലമുറയെ കാത്തു സൂക്ഷിക്കുന്നത് അമ്മമാരാണ്. കുറുക്കുത്തേറ്റാതെ, മാർഗദർശനം വരാതെ, അസന്മാർഗീയതയ്ക്ക് ഇടം കൊടുക്കാതെ, ഒരു പ്രലോഭനത്തിലും ഇടപെടാതെ മക്കളെയും കൊച്ചുമക്കളെയും കുടുംബത്തെയും പൊതിയേണ്ട കർത്തവ്യം പ്രിയമുള്ള അമ്മമാരെ ഈ അമ്മമാരുടെ കയ്യിലാണ്. അത് ഓർക്കുക. അതിനുള്ള ഏറ്റവും വലിയ കാര്യം പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയിലൂടെ കടന്നു പോവുക. ഞാൻ വീണ്ടും എൻ്റെ വീട്ടിലേക്ക് വരാം. എൻ്റെ വീട്ടിൽ ഞങ്ങൾ വെളുപ്പിനെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ പലപ്പോഴും ഓർക്കുന്നുണ്ട്, ഇച്ചാച്ചി അവരെ പ്രാർത്ഥന കേട്ടാ കൊച്ചിലെ ഞാനിപ്പോൾ എഴുന്നേൽക്കും. ഞാനിപ്പോൾ 3-4 ക്ലാസ് 4ാം ക്ലാസ്സൊക്കെ പഠിക്കുമ്പോഴും വെളുപ്പിനെ പ്രാർത്ഥിക്കുകയാണ്. അമ്മ രാവിലെ എഴുന്നേറ്റ് അച്ഛനോട് എഴുന്നേറ്റ് അടുക്കളയിൽ വന്ന് അമ്മ അങ്ങോട്ട് കുറ്റിയെടുക്കും. അതിനകത്ത് എന്ത് ചെയ്യും, പെട്ടെന്ന് അല്ലേ കാപ്പി ഉണ്ടാക്കി ഉടനെ അതിനെ കുറ്റിയെടുപ്പിനകത്ത് അടുത്തടുത്ത് വെക്കണം അല്ലേ, അതിൻ്റെ അടുത്ത് പോകും, അറിയത്തില്ലേ കുറ്റിയെടുപ്പുണ്ടായിരുന്നു ഒക്കെ. അപ്പോൾ കാപ്പി വെച്ചു, ചോറ് വെച്ചു, കാപ്പി ഉണ്ടാക്കി വെച്ചു. അമ്മ ഇച്ചാപ്പിയുടെ പള്ളിയിലേക്ക് പോവുകയാണ്. ആ വെളുപ്പിന് 53 മണിയും ചെല്ലും. അപ്പോൾ ഞങ്ങൾ 5 പേരല്ലേ, ഞങ്ങൾ 4-6 പേരുണ്ട്. അപ്പോൾ എല്ലാവരെയും വിളിച്ച് എഴുന്നേൽപ്പിക്കുക. വെളുപ്പിന് എത്ര മണിക്കാണ്? 5 മണിക്ക്. സ്വർഗസ്നായിക്കാവെ 10 നൽകുമ്പോൾ ചെല്ലണം. അപ്പം ഞാൻ 3ാം ക്ലാസ് പഠിക്കാം, 4ാം ക്ലാസ് പഠിക്കാം. അതുപോട്ടെ കുറച്ചുകൂടി വലുതായി കഴിയുമ്പോൾ എന്നോട് പറയും, റോസി എഴുന്നേറ്റ് ചെല്ലാൻ പറയും. പലപ്പോഴും നമ്മൾ വീണ്ടും കുറച്ച് കിടക്കാം അല്ലേ. സ്വർഗസ്നായിക്കാവെ എനിക്ക് ഒരു നന്മ പറഞ്ഞെങ്കിൽ പിന്നെ ബാക്കിയില്ല. ഞാൻ എന്ത് ചെയ്യും, ഉറങ്ങിപ്പോയി. അമ്മ അടുക്കളയിൽ നിന്ന് പറയും, റോസി എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ. ആ പ്രാർത്ഥനയുടെ ഫലമാണ് നമ്മുടെയൊക്കെ ഞങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഞങ്ങൾ വളർന്നത്. ഒരു ദിവസം പോലും പ്രാർത്ഥന തുടങ്ങിയിട്ടുള്ള ഒരു കുടുംബമല്ല. അതുകൂടാതെ എൻ്റെ അമ്മ 5 പ്രാവശ്യം വിശുദ്ധ ഗ്രന്ഥം ജീവിതത്തിൽ വായിച്ചു തീർത്തയാളാണ്. ഞാൻ ഇതുവരെ ഒരു പ്രാവശ്യം തീർന്നില്ല. സത്യം ഞാൻ ഓർക്കുന്നുണ്ട്. ഇതുവരെ ഇത്രയും നാളുകളായി തുടങ്ങിയിട്ട് അത് ചെയ്യും. ഇന്നാളെ പ്രാവശ്യം ഒരു പ്രാവശ്യം അപ്പസ്തലപ്രവർത്തനം മുഴുവൻ വായിച്ചു തീർക്കാനും തുടങ്ങി. ഉൽപ്പത്തി, പുറപ്പാടിൻ്റെ സംഖ്യ ആവർത്തനത്തെ എനിക്ക് പിന്നെ എനിക്ക് സാധിച്ചിട്ടില്ല. പല കാര്യങ്ങളാണ്. എൻ്റെ അമ്മ ജീവിതത്തിൽ 5 പ്രാവശ്യം വിശുദ്ധ ബൈബിൾ ചെയ്തിട്ടാണ്. പുറത്ത് വായിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. മാതാപിതാക്കളും മക്കൾക്ക് മാതൃകയാണ്. ഈ ഒരു അമ്മ ഒരു ദിവസം ബൈബിൾ എടുത്ത് വായിക്കണമെന്നാൽ കൊച്ചുമോളോ പിറ്റേ ദിവസം അമ്മ എന്നാ വായിക്കുന്നത്, എന്നെ കൂടെ കേൾപ്പിച്ചു. അത് കാണിച്ചു കൊടുക്കണം. നമ്മൾ TV കാണണ്ട, അല്ലെങ്കിൽ മൊബൈൽ നോക്കണ്ട, ഇതൊന്നും അല്ല പറയുന്നത്. പക്ഷേ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കുഞ്ഞുങ്ങൾക്ക് മാർഗം തെളിയിച്ചു കൊടുക്കാനായിട്ട് കുറേ സഹനങ്ങൾ നമ്മൾ ഏറ്റെടുക്കണം. മക്കൾ നല്ലവരാണെങ്കിൽ അമ്മമാർ പ്രത്യേകിച്ച് സഹനങ്ങൾ ഏറ്റെടുക്കണം. അപ്പന്മാർ ചെയ്യുന്നില്ല നല്ല പറഞ്ഞു, പക്ഷേ അതിനേക്കാളും കൂടുതൽ അതിനു വേണ്ടിയും കൂടെയുള്ള പ്രാർത്ഥന അമ്മയിൽ നിന്ന് മുഖരിതമാകുന്ന അന്തരീക്ഷം ഉണ്ടാകണം. എൻ്റെ കൂടെ ഞാൻ നോക്കും, എൻ്റെ അമ്മയുടെ ഒരു ചങ്ങാശില്ല. അവധിക്കാലത്ത് പറമ്പഴായാലും ഇഷ്ടം പോലെ പറമ്പും ചക്കയും മാങ്ങായും വാങ്ങിയെല്ലാം ഉണ്ടല്ലോ, അനികളെയൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ചങ്ങനാശ്ശേരിയിൽ നിന്നൊക്കെ വീട്ടിലോട്ട് വരുമ്പം എല്ലാവരും പറയും, അയ്യോ തങ്ങമാമ്മയുടെ പ്രാർത്ഥനയാണ് പറമ്പഴയൊക്കെ നിൽക്കാൻ പറ്റുന്നത്. അവരൊക്കെ വലിയ ഇഷ്ടമാണ് ചക്കയും മാങ്ങായും ഇന്ന് കഴിക്കുമ്പോഴോ നോക്കി. രാത്രി ആകുമ്പോൾ 1-1.5 മണിക്കൂർ എൻ്റെ വീട്ടിലെ പ്രാർത്ഥന. എൻ്റെ വീട്ടിൽ, എൻ്റെ സ്വന്തം വീട്ടിൽ പുറത്ത് പോയിക്ക് എല്ലാ പുസ്തകങ്ങളും എഴുതി വെച്ച് തിരിയും കത്തിച്ച് പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥനയിൽ നിന്നും ഉതിരുന്ന ആ ഒരു ദൈവോന്മുഖമായ ശബ്ദമാണ് എൻ്റെ കുടുംബത്തെ, എൻ്റെ മാതാപിതാക്കളും ഞാനും മക്കളാക്കുന്ന കുടുംബത്തെ. അതിൻ്റെ ഒരു ബാക്കി പത്രമാണ് ഇന്ന് എൻ്റെ വീട്ടിൽ. ഞാനോട് ഇന്നലെ രാത്രി എല്ലാ പുസ്തകങ്ങളും ഇപ്പോൾ ജൂലൈയിലെ മണപ്പാസ് ചെയ്തില്ല. ജൂണിലെ മണപ്പാസം അല്ലെങ്കിൽ തിരുഹൃദയത്തിൻ്റെ മണപ്പാസം ഞാൻ ഇന്നലെയാണ് ഡ്രോ തുറന്ന് മാറ്റി വെച്ചത്. ഇതെല്ലാ മാസത്തെയും ജൂലൈയിലുണ്ട്, ജൂലൈയിൽ ഞങ്ങൾ എടുത്തില്ല. അപ്പോൾ എല്ലാ മാസങ്ങളും ഉണ്ട്. ഓർത്ത് നോക്കിയാൽ പ്രാർത്ഥനകളോ തൂങ്ങികളോ കർണക്കൊണ്ട ഇതെല്ലാം ചെല്ലിയാൽ മക്കൾ കാണണം. ഞാനിപ്പോൾ ഓർക്കും വേറൊരു കാര്യം പറഞ്ഞു. ഞാൻ എൻ്റെ ജീവിതത്തെക്കുറിച്ച് മോളുടെ കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം അന്ന് വന്ന് 4 ദിവസം കഴിഞ്ഞ് 5ാം ദിവസം മുട്ടുകുത്തി പായിട്ട് കുരിശ് വെച്ച് കഴിഞ്ഞ് അമ്മക്ക് വെളുത്തിലേ വരുമ്പോൾ മുട്ടുകുത്തി. ഞാൻ ആദ്യം മുട്ടുകുത്തി. കാരണം എൻ്റെ മരുമോൾ ആദ്യമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് പോവുക. ആദ്യ ദിവസം കല്യാണം കഴിഞ്ഞ് 4 ദിവസം മുന്നോട്ട് പോയിട്ടുണ്ട്. പിറ്റേ ദിവസം വന്നപ്പോഴത്തേക്കാണ് അവിടെ ഞാൻ മുട്ടുകുത്തി കാണിച്ചത്. അതിനുശേഷം ഈ 1.5 വർഷമായിട്ട് മോളെ എല്ലാ ദിവസവും മുട്ടുകുത്തി. അത് നിങ്ങൾ നോക്കി. അപ്പോൾ എന്നോട് എൻ്റെ മക്കൾ പറയാം, ഞാൻ എല്ലാ ദിവസവും അങ്ങനെ മുട്ടുകുത്തുന്നത് തന്നെയാണ്. ചിലപ്പോൾ ഇരിക്കും, പക്ഷേ അമ്മ ഭയങ്കര കാര്യങ്ങളാണല്ലോ കാണിച്ചത്. ആ മോളത് 2-3 ദിവസം കൊണ്ട് പഠിച്ചു. അപ്പം ഇപ്പോൾ 53 മണി ചെല്ലി കഴിയുമ്പോഴേ നിർത്തിനിയായിക്ക് ആദ്യം മുട്ടുകുത്തുന്ന എൻ്റെ മോൻ്റെ വൈഫാണ്. ബാക്കി എല്ലാവരും കുത്തും കേട്ടോ, എല്ലാവരും ചെയ്യും. പക്ഷേ അതാണ് നമ്മൾ കാണിച്ചു കൊടുക്കുന്നതാണ്. അതൊന്നും പറയണ്ട, എല്ലാവരും മുട്ടുകുത്തിക്കുന്നു. ഞാൻ ആദ്യമേ തന്നെ തുടങ്ങിയപ്പോഴേ മുട്ടുകുത്തി. അപ്പോൾ പിന്നെ അതൊരു ശീലമാണ്. അങ്ങനെയുള്ള ശീലമാണ് നമ്മൾ പറയാതെ തന്നെ പല കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കണം. അതാണ് നമ്മുടെയൊക്കെ ആർജവത്വം. നല്ല ആർജവത്വം ഉണ്ടായിരിക്കണം. യു ഷുഡ് ഹാവ് ഇനഫ് കോൺഫിഡൻസ്. ഒരു കുടുംബത്തിൻ്റെ നായികയാണ്. ഒരു കുടുംബത്തിൻ്റെ ചെയ്യരുതെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ കാണിച്ചു കൊടുക്കണം. പറയണ്ട, അത് ചെയ്യാതിരുന്നാൽ മതി. എടുക്കുന്ന സാധനങ്ങൾ എടുക്കുന്ന സ്ഥലത്ത് തന്നെ വെക്കണം. അതാദ്യം പഠിക്കണം. അമ്മയാദ്യം പഠിക്കണം. ഒരു പ്ലേറ്റോ ഒരു ഗ്ലാസ്സോ എടുത്താൽ ആ എടുക്കുന്നത് തോന്നണം. അല്ലെ കിടന്ന് തപ്പോ ഇത് എവിടെയാണ് വെച്ചിരിക്കുന്നത്, ഉള്ളി എവിടെയാണ്, ജീരകം എവിടെയോ, അത് കണ്ട് മക്കളും വീട്ടിലുള്ളവരും അത് പഠിച്ചോളും. അങ്ങനെ നമ്മൾ റോൾ മോഡലായിരിക്കണം, മാതൃകയായിരിക്കണം. അതിനെന്ത് വേണം? നമുക്ക് അതിനുള്ള ആർജവത്വം വേണം. പഴക്കൊന്നും പറയണ്ട. പഴക്കൊന്നും ചെയ്യാതെ നമ്മൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് മുൻപോട്ട് പോകാൻ സാധിക്കും. അങ്ങനെയുള്ള നല്ല അമ്മമാരാണ്
അതുപോലെ ഭർത്താവിനെ സ്നേഹിക്കണം, ബഹുമാനിക്കണം, അംഗീകരിക്കണം. ഭാര്യയ്ക്കും അതുപോലെ തന്നെ ചെയ്യണം. ഞാൻ ഒരു കാര്യം ഒരു ക്ലാസ്സിൽ വികാരിച്ച് ഒരു പള്ളി പ്രസംഗിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് സമയമായിരുന്നു കൂടെ പറയട്ടെ കഥ പറയണം. അപ്പം ഞാനത് നിങ്ങൾക്ക് വേണ്ടിയൊന്ന് പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. അപ്പോൾ വികാരിച്ച് പറഞ്ഞു, അടുത്ത ഞായറാഴ്ച വരുമ്പോൾ നിങ്ങൾക്കെല്ലാവരും ഞാനൊരു മീറ്റിംഗ് വെച്ചിരിക്കുക. കാരണം നിങ്ങളുടെ ഭാര്യമാർ ഉപസാരിക്കുമ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങളാണ് പറയുന്നത്. അപ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങളാണ് പറയുന്നത്. കാരണം എന്താണ്, അവരുടെ വിഷമങ്ങളും ഒക്കെ അവർ പറയുന്നത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളെയൊക്കെ ഒന്ന് കാണണം. ഓ ശരി. അപ്പോൾ അടുത്ത ഞായറാഴ്ച അച്ഛൻ പറഞ്ഞു, ഈ അങ്ങോട്ട് ഇറങ്ങിയേച്ച് ദാമോദരൻ്റെ ചായക്കടയിൽ നിന്നും ചാക്കോച്ചൻ്റെ പിടിയിൽ നിന്നും കഴിഞ്ഞില്ല, ഇവിടെ നിങ്ങൾക്ക് ഞാൻ അപ്പവും ഗ്രീൻ പീസും ഉണ്ടാക്കി വെച്ചേക്കാം. ഓ ശരി. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഒരു കാര്യം അച്ഛൻ പറഞ്ഞു, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയുക. അടുത്ത ഞായറാഴ്ച വരുമ്പോൾ വീഡിയോ കൂടി സന്തോഷം. അടുത്ത ഞായറാഴ്ച വരുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാം. നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങൾ എങ്ങനെയാണ് സേവിക്കുന്നത്, എങ്ങനെ സേവിച്ചു എന്ന് ഒന്നും അറിയണം. എനിക്കത് മാത്രം അറിയാം. അതിനാണ് ഞാൻ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ഓ ശരി. അന്നേരം അച്ഛൻ ഇവർ എല്ലാവരും പോയി. അപ്പോൾ രജിസ്റ്റർ ഇച്ചിരി ഷാർപ്പാണ്. അവർ വിചാരിച്ചു, അയ്യോ ഞാൻ എല്ലാവരും ഒന്ന് പറഞ്ഞില്ലേ അച്ഛനല്ലോ പറയുകയും ചെയ്യും. അതുകൊണ്ട് എല്ലാവരും പോയി. ഞായറാഴ്ച പോയി. പിന്നെ എന്നാണ് അടുത്ത ഞായറാഴ്ചത്തെ അതിൻ്റെ കുർബാന കഴിഞ്ഞ് ഒടുവിൽ ഇവർക്ക് ഈ പുരുഷന്മാരുടെ മീറ്റിംഗ്. അപ്പോൾ എല്ലാവരും പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ജോലിക്ക് പോയവർ പോയി, കാള കൂട്ടാൻ പോയവർ പോയി, നമ്മുടെ മാർക്കറ്റിൽ പോയവർ പോയി. ഇങ്ങനെ എല്ലാവരും പോയിരിക്കുക. അവർക്ക് ഭാര്യ സ്നേഹിക്കാൻ എല്ലാവരും ഉണ്ടോ, അവരെല്ലാവരും ഇറങ്ങുന്നു. അപ്പം അവരിപ്പോൾ ശനിയാഴ്ച രാവിലെയാണ്. ശനിയാഴ്ച രാവിലെ നാളെ ഞായറാഴ്ചയിൽ നിങ്ങളുടെ അച്ഛൻ എന്നോടാണോ നിങ്ങളോടാണോ ആരോടാണ് ചോദിക്കുന്നത്. അപ്പം പോയപ്പോഴത്തേക്കും നമ്മുടെ ചാക്കോച്ചൻ വിചാരിച്ചു, അയ്യോ അച്ഛൻ പറഞ്ഞായിരുന്നല്ലോ നാളെ ഭാര്യയെ സ്നേഹിച്ചത് പറഞ്ഞു. എന്നാ സ്നേഹിക്കാനാ, 19 വർഷമായി കല്യാണം. ഇങ്ങനെ സ്നേഹിക്കാൻ അച്ഛനൊക്കെ എന്നാണ് പറയുന്നത് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ചാക്കോച്ചൻ്റെ അറിയാമോ, വെളുപ്പിനെ മേൽക്കുട്ടി, ചാക്കോച്ചൻ മേൽക്കുട്ടി ഒരു കൊച്ചു കൊടുക്കും, 12 വയസ്സുള്ള കൊച്ചു. അതുപോലെ 14 വർഷമായി കല്യാണം. അപ്പോൾ ഈ ചാക്കോച്ചൻ വെളുപ്പിനെ എഴുന്നേറ്റപ്പം അതിനു മുമ്പേ ആരെഴുന്നേക്കും, പ്രഭാതത്തിലെ ആരാണ് എഴുന്നേൽക്കുന്നത്? അമ്മ എഴുന്നേക്കും അല്ലേ? എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് തിരികെ കത്തി അല്ലെങ്കിൽ അടുക്കളയിൽ പോയി കാപ്പി ഉണ്ടാക്കി ഭർത്താവിന് കൊടുത്ത് മുടി അടുക്കളയിൽ കിടന്ന് അടുക്കളയിൽ പാത്രം തല വിളിച്ച് ഇങ്ങനെ വിളിച്ചൊക്കെ പത്രം പഠിക്കുന്നവരാണ് ഇവരുടെ പ്രധാനം ചെയ്യും അല്ലേ? ഇവർക്ക് എന്നും പരീക്ഷയാണ്, എപ്പോഴും പരീക്ഷ. അപ്പോൾ നമ്മളൊരു കാര്യം പറയാം, ചേട്ടാ പത്രം വായിക്കാം, പറയാം. അവരുടെ ഒരു കൂടെയാണ് പത്രം വായിച്ചുകൊണ്ടിരിക്കുക. നമ്മളെന്നാ പറയാൻ ഒന്നും കേൾക്കുക വേണ്ട, ഒരു പ്രശ്നങ്ങളില്ല. നിങ്ങളുടെ കാര്യമല്ല പറയുന്നത്. അപ്പോൾ അന്നേരം ഈ ചാക്കോച്ചൻ പറഞ്ഞ്, മേൽക്കുട്ടിയെ നീ എന്നാടി ഈ പച്ചസാരിയിലൂടെ പച്ച ബ്ലൗസ് ഇട്ടത്, നമുക്ക് ചുവന്ന ബ്ലൗസ് ഇടാൻ വരാറുണ്ട്. ഓ അത് ചേട്ടാ ഈ പച്ചയായിട്ട് മുക്കാണിയും പച്ചയായിട്ട് പച്ചസാരി കൊടുക്കാൻ മേൽക്കുട്ടിക്ക് പോലെ. അത് കഴിഞ്ഞ ഉടനെ മേൽക്കുട്ടി മുടിയൊക്കെ ചെയ്യും, പള്ളിയിൽ പോയിട്ടുണ്ടോ മേൽക്കുട്ടിയെ എൻ്റെ കുട്ടിയൊക്കെ മുടി ഇരിക്കുന്നുണ്ടോ, മുടിയൊക്കെ പൊഴിയുന്നുണ്ടോ, രണ്ട് മുടിയൊക്കെ എടുത്തു കൊടുക്കും. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് മേൽക്കുട്ടി എന്നാൽ കുഞ്ഞുമോളെ കൂടെ കൊണ്ടുപോകുക പള്ളിയിൽ. അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് സന്തോഷം. മേൽക്കുട്ടിനെ കൊച്ചിനെ പിടിച്ചത് വെളുപ്പിനെ അങ്ങനെ കൊച്ചിനെയും കൊണ്ട് എവിടെ പോയി, പള്ളിയിൽ പോയി മാതാവിൻ്റെ ശനിയാഴ്ചത്തെ നൊവേനയൊക്കെ ദിക്കാമാരുടെ നൊവേനയൊക്കെ കഴിഞ്ഞ് 7:30 തിരിച്ചു കൊടുക്കും. തിരിച്ചു വന്നപ്പോൾ നമ്മുടെ രാമച്ചനെ എടുക്കുക. അപ്പോൾ പത്രം പഠിച്ചുകൊണ്ടിരിക്കുക. 6 മണിക്ക് പത്രം കിട്ടുമല്ലോ, അത് പഠിക്കുക. ഒരു കട്ടക്കാപ്പി കുടിച്ചിട്ട് ആ പത്രം പഠിച്ച് നൊവേനയിക്കാം. അപ്പോൾ കയറി വന്നപ്പോഴേ അവിടെ നിന്ന് ചോദിച്ചു, മേൽക്കുട്ടിയെ ഇന്ന് മെലീസിനായിരുന്നോ പച്ചത്തിനായിരുന്നോ കുർബാന? ഇതേ ചോദിക്കട്ടെ, അവർക്ക് ചോദിച്ചു. അന്നേരം പറഞ്ഞു, അതൊന്നും ചേട്ടാ എനിക്ക് അറിയത്തില്ല. അറിയില്ല, നീ കണ്ടില്ലേ കുർബാന, നമ്മുടെ സീക്രട്ട്. അത് ഈ 14 വർഷമായിട്ട് എനിക്ക് ചാക്കോച്ചായ വരാത്ത സ്നേഹം മുഴുവൻ ഇന്ന് തന്നപ്പോൾ ഞാൻ അതൊത്തോട് നിൽക്കുമായിരുന്നു. ഞാൻ ആരാ കുർബാന ജനിയോടോ എന്താണെന്നോ അറിയില്ല. അയ്യോ ചാക്കോച്ചിന് സന്തോഷമായി മേൽക്കുട്ടിയെ കെട്ടിപ്പിടിച്ച് ഉമ്മയെ കൊടുത്ത് അവർ സന്തോഷത്തോടെ ഇരിക്കും. ശരി, ഇത്രയും. പിറ്റേ ദിവസം ഞായറാഴ്ച നിങ്ങളൊന്നും തിരിക്കപ്പാ, അപ്പോഴേ പിറ്റേ ദിവസം ഞായറാഴ്ച കുർബാനയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ പറഞ്ഞു, വാ ചക്കന്മാരെ എല്ലാവരും വാ, ഗ്രീൻ പീസും അപ്പോൾ ബ്രെഡും ഒക്കെ കഴിച്ചില്ലേ വന്നിരിക്കാൻ പറഞ്ഞു. എല്ലാവരും വന്നിരുന്നു. എല്ലാവരും വന്നിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താണ്, അപ്പോൾ അച്ഛൻ എല്ലാവരും സന്തോഷിച്ചു. അച്ഛൻ പറഞ്ഞു, പറയുന്നത് ചേട്ടാ എന്നെ അവൻ ഭാര്യയെ സ്നേഹിച്ചു. എൻ്റെ അച്ഛ, ഞാൻ ഇവിടെ പൈസ ഇല്ലാത്തവർക്ക് ഈ ആലുകാസിൽ പോയി ഒരു 2 ഗ്രാമിൻ്റെ മോതിരം അവർ മേടിച്ചു. റബ്ബർ വെട്ടാണെങ്കിൽ പാല് വിലയില്ല. എങ്കിൽ പോലും ഞാൻ 2 ഗ്രാമിൻ്റെ ഒരു മോതിരം മേടിച്ചു. അച്ഛൻ പറഞ്ഞിട്ട് സ്നേഹിക്കണമെന്നും അവളെ കാണണം. അപ്പം ഞാൻ ആ മോതിരം എടുത്തപ്പോൾ അവൾ എന്നോട് പറയാം, ഓ മനുഷ്യ, എനിക്ക് നിങ്ങളുടെ മോതിരം വേണ്ടൊന്നും തരാം, ഈ പൈസ ഇല്ലാത്തവർക്ക് മോതിരം ഒന്നും മേടിക്കില്ല. നിങ്ങൾ എന്നെ കൊണ്ട് പോയിട്ട് ഒരു തോക്ക് മേടിച്ച് തന്നാലും മതി. നിങ്ങൾ എന്നെ പുറലോട് കാണിച്ചിട്ടുണ്ടോ? പിന്നെ അതുങ്ങളുടെ ഈ 2 ഗ്രാമിൻ്റെ മോതിരം അതുകൊണ്ട് വിറ്റാൻ എനിക്ക് വേണ്ട. എൻ്റെ അച്ഛ ഒരു മോതിരം കൊടുത്തിട്ടുണ്ട്. ഇവരൊക്കെ ആരാ? ശരി. അത് കഴിഞ്ഞിട്ട് ചോദിച്ചു, ജോർജ് സ്നേഹിച്ചോ? പറയിച്ചാലും പറഞ്ഞതിൻ്റെ ബാക്കി അച്ഛാ, എനിക്കതിന് പൈസ കുറവാണ്. എന്നാലും ഞാൻ ഇവിടെ പോയി അവിടെ സീമാട്ടിൽ പോയി നല്ലൊരു സാരിയൊക്കെ മേടിച്ചുകൊണ്ട് കൊടുത്തു. സാരി കൊണ്ടൊക്കെ മേടിച്ചു കൊടുത്തു. എനിക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്തപ്പോൾ അവൾ പറയാം, എനിക്ക് വേണ്ട നിങ്ങളുടെ സാരി.
എൻ്റെ അമ്മ മേലാതെ കിടക്കാൻ വന്നിട്ട് 2 മാസമായി. എന്നെ ഒന്ന് വീട്ടിൽ വിടുവോ, എന്നെ ഒന്ന് കൊണ്ടുപോവോ ചെയ്തില്ല. പിന്നെ എന്താ ഈ സാരി? എൻ്റെ അരമാനിലെ കൃഷ്ണന്മാരെ കല്യാണത്തിന് വന്നേ സാരി ഇരിക്കുക, അതൊന്നും എടുത്തിട്ട് പോകാനുള്ള സമയമില്ല. നിങ്ങൾ എന്നെ ഒരു സ്ഥലത്ത് വേണം, എൻ്റെ പൊടി കേട്ടാ എനിക്ക് സാരി വേണ്ട എന്ന് പറഞ്ഞ് അവളും മാറ്റി. എൻ്റെ അച്ഛാ പണ്ടില്ല, ഇവന്മാരൊക്കെ ഇങ്ങനെയാണ്. അപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? ചാക്കോച്ച എന്നായിരുന്നു, ചാക്കോച്ച ഈ കാര്യം പറഞ്ഞു. അപ്പോൾ എന്താണ് മനസ്സിലായി? 5 പൈസ കൊടുക്കാതെ ഭാര്യയെ സ്നേഹിച്ചു. നിങ്ങളുടെ പൈസ കൊടുക്കാതെന്നല്ല പറഞ്ഞത്. അപ്പോൾ 5 പൈസ മുടക്കാതെ ഭാര്യയെ സ്നേഹിച്ചത് ആരാണ്? ചാക്കോച്ചൻ. ബാക്കിയുള്ളവരൊക്കെ 20,000, 30,000, 1000 ഒക്കെ മുടക്കുന്ന സ്നേഹം. അവിടെയാണ് സ്നേഹം, അതാണ് ആവശ്യം. ഈ ഭാര്യമാര് ഭാര്യ ഭർത്താവ് ഒരു ചോദനുണ്ടോ? ബാക്കിയുള്ളവർ ഞാൻ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? അച്ഛൻ അതങ്ങ് പോയി. അപ്പൊ അങ്ങനെയാണ് ഇവിടെ ഇരിക്കുന്ന ഈ ഭാര്യമാര് ഭർത്താക്കന്മാരോട് ശ്രദ്ധിക്കണം. അവർക്ക് നിങ്ങളുടെ സമയം, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ അവരുടെ അടുത്തായിരിക്കുക, അവരെ ഒന്ന് തലോടുക, അല്ലെങ്കിൽ അവരെ ഒന്ന് തോളെ പിടിക്കുക, അതൊക്കെ ഒരു ആവശ്യമാണ്. അതൊരു സന്തോഷം. അവർക്ക് തോളുവേദനയോ കൈവേദനയോ ഒക്കെ പോകുമ്പോൾ അവർ പറയുന്നത് മുട്ടുവേദനയുണ്ട്, കാലുവേദനയുണ്ട്, കരവേദനയുള്ളത്, അതൊക്കെ പറഞ്ഞ് പിടിക്കാം. നിങ്ങൾ ഒന്ന് അടുത്തിരിക്കാനാണ്, കൂടെ എനിക്ക് ഒന്ന് തിരികെ കൊടുക്കാനാണ്. അതൊന്നും ഈ ആളുകൾക്ക് അറിയില്ല. അതാണ് അത് അവരിങ്ങനെ മസിൽ പിടിച്ചിരിക്കുക. അപ്പോൾ എന്താ, അതുപോലെ തന്നെ അവരോട് പറഞ്ഞില്ലേ, അമ്മ വരാതിരിക്കുകയാണ്, എപ്പോഴും വീട്ടിൽ പോകുക, അവരെ സിനിമയ്ക്ക് പോവുക, ഒരു ഔട്ടിങ്ങിന് പോവുക, അവർക്ക് ഇഷ്ടം ഒരു മസാല ദോശ മേടിച്ച് കൊടുക്കുക. വീട്ടിൽ എന്നാ ഉണ്ടെങ്കിൽ തിരക്കില്ല, കെട്ടിയുടെ കൂടെ പോയി ഹോട്ടലിൽ നിന്നോട് ഒരു മുട്ടി ഇരിക്കുക, ഒരു മസാല ദോശ എന്തായാലും ഇല്ല അല്ലേ? അറിയോ? പിന്നെ അത് നമുക്ക് ആവശ്യമാണ്. അതിന് പൈസ ഇല്ല, എനിക്ക് വേറെ ഇതൊന്നുമില്ല. നിങ്ങളൊന്ന് പറഞ്ഞോ, അവരുടെ മുട്ടുവേദനയും കാലുവേദനയും കണ്ണനോ ഒക്കെ പോയി. അപ്പോൾ അവരെ നമ്മൾ സ്നേഹിക്കണം. നിങ്ങളല്ലാതെ 7 പോലും പിരിച്ചു കെട്ടിയ ഭർത്താവല്ലാതെ ഭാര്യയ്ക്ക് വേറെ ആരും സ്വന്തമായിട്ടില്ല. ജീവിതത്തിൽ ഏറ്റവും നാം ബഹുമാനിക്കേണ്ടത്, ഏറ്റവും സ്നേഹിക്കേണ്ടത് ആരെയാണ്? സ്വന്തം പങ്കാളിയെ. ജീവിത പങ്കാളിയോടുള്ള വിശ്വസ്തതയും ജീവിത പങ്കാളിയോടുള്ള സ്നേഹവും കഴിഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ. തമ്പുരാൻ പോലും പറഞ്ഞിരിക്കുന്നതല്ല. തമ്പുരാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? നിങ്ങൾ അപ്പനെയും അമ്മയെയും വിട്ട് എല്ലാത്തിനെയും വിട്ട് ഒന്നായി തീരും. മക്കളോട് പറഞ്ഞിട്ടുണ്ടോ? ഒരു അച്ഛനോട് പറഞ്ഞിട്ടുണ്ടോ? ഒരു സിസ്റ്ററോട് പറഞ്ഞിട്ടുണ്ടോ? ഒരു മകനോട് പറഞ്ഞിട്ടുണ്ടോ? ഒരു മകളോട് പറഞ്ഞിട്ടുണ്ടോ? ആരോട് പറഞ്ഞില്ല. ആരോടെ പറഞ്ഞു? ഭാര്യയോട് ഭർത്താവിനോട് പറഞ്ഞേ. നീ നിന്റെ ഭവനത്തെയും പിതൃഭവനത്തെയും നിന്റെ എല്ലാവരെയും വിട്ട് നിന്റെ ജീവിത പങ്കാളിയോട് നിന്റെ പുരുഷനോട് ചേരുക. അങ്ങനെ ആരോട് പറഞ്ഞിട്ടില്ല അവരെ വിട്ടിട്ട് എല്ലാവരെയും ചേർത്ത് പിടിക്കണമെന്ന് പറഞ്ഞിരിക്കുന്ന തമ്പുരാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? വിവാഹത്തിലൂടെ ഒന്നായ നിങ്ങളോട് പറയുകയാണ്, നമ്മളോട് പറയുകയാണ്, എല്ലാവരെയും വിട്ട് ജീവിത പങ്കാളിയോട് ചേരുക. അത് നിങ്ങളുടെ ജീവിതകാലം മുഴുവനും അവിടെ അവർക്ക് രോഗമുണ്ടായിരിക്കാം, കുറവുണ്ടായിരിക്കാം, കല്യാണത്തിന് സമയത്ത് നിങ്ങൾ വിചാരിച്ച നിലപെടുന്ന ഇവരെ കഷ്ടിതരായിരിക്കാം, അതൊന്നും ഒരു കാര്യമില്ല. അതുപോലെ അന്ന് തന്നെ സുന്ദരിയായിരിക്കാം, അഴിച്ചിട്ടായി ഇവിടെ തന്നെ മുടിയായിരിക്കാം, അതെല്ലാം പോയി നനച്ചായിരിക്കാം, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അനാദിയിലെ നിനക്ക് തമ്പുരാൻ നൽകിയ ജീവിത പങ്കാളിയാണ്. ആ സഖിക്ക് ഇണയും നുണയും എല്ലാം ആകാനുള്ളത് ഈ പുരുഷനാണ്, ഈ സ്ത്രീയാണ്. ഇന്ന് നിങ്ങൾ ഭാര്യയും ഭർത്താവും പുരുഷനും സ്ത്രീയുമാണ്. ആ ഒരു സങ്കല്പത്തിലേക്ക്, ആ ഒരു തിരിച്ചറിവിലേക്ക് കടന്നു. ജീവിത പങ്കാളി നമ്മൾ നിന്ന് വിട്ടുപോയെങ്കിൽ തമ്പുരാൻ നമ്മുടെ സാന്നിധ്യത്തിലുണ്ട്. പക്ഷേ ആ ഒരു വിഷമങ്ങളൊക്കെ നമ്മൾ തമ്പുരാനെ അർപ്പിക്കുക, അല്ലെങ്കിൽ തമ്പുരാനെ ജീവിത പങ്കാളിയായിട്ട് തീരുക. ബാക്കിയുള്ളവർ ജീവിത പങ്കാളി കൂടി ഉണ്ടെങ്കിൽ ഒരു കാര്യം അറിയാം, ഞാൻ പുരുഷനും ഒരു സ്ത്രീയുമാണ്. അതാണ് വല്യമ്മയായി, ഞാൻ വല്യപ്പനായി, ഞാൻ കാരണവനായി, എനിക്ക് 70 വയസ്സായി, 80 വയസ്സായി, 65 ഇല്ലോ. നിങ്ങൾ എന്ത് കല്യാണത്തിൽ ഒന്നായിരുന്നോ ആ നിങ്ങളുടെ കൈകൾ പരസ്പരം ഗ്രഹിച്ച ആ നിമിഷം മുതൽ നിങ്ങൾ രണ്ടുപേര് ഇല്ലാതാകുന്ന വരെയും ആ സ്നേഹവും ആ സ്നേഹവായ്പും ആ ഒരു പ്രത്യേകതയും ഒക്കെ ഭാര്യയോട് കാണിക്കണം. അത് ആവശ്യമാണ്. നിങ്ങളുടെ ഭർത്താവ് ആഗ്രഹിക്കുന്നത് നിങ്ങൾ അമ്മയുടെ കൂടെ ഇരിക്കുന്നത്, ഭാര്യയുടെ കൂടെ ഇരുന്ന് ഭർത്താനം പറയുകയും ഒരുമിച്ച് കഴിയുകയും ചെയ്യുമ്പോൾ മക്കൾക്ക് സന്തോഷം. ചായ നമുക്ക് നല്ല സ്നേഹമാണല്ലോ. ഓക്കെ, ഞങ്ങളതാ കണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ വീട്ടിലും കൊച്ചുമക്കളൊക്കെ ചായ ഒരുമിച്ചിരിക്കുകയും ഒക്കെ അവരുടെ 50-ാം വാർഷികത്തിൽ ഞങ്ങൾ ഒരുമിച്ച് രണ്ടുപേരെയും കൂടെ അവരോട് വീട്ടിൽ ചുമ്മാ കൊടുക്കുന്നതൊക്കെ അതൊക്കെ ആവശ്യമാണ്. അതൊക്കെ പഠിക്കണം. നമുക്ക് ഇവരെ ഇത്രത്തോളം സ്നേഹിക്കാൻ, ഇവരെ ഇത്രത്തോളം മാനിക്കാൻ നിങ്ങളെല്ലാം വേറെ ആരുമില്ല. ഭർത്താവിന്റെ കുറവുകൾ പൊക്കിപ്പിടിക്കുന്ന ഭാര്യയുണ്ടോ കുടുംബം അന്ധകാരത്തിൽ അലയും, അധപ്പതനത്തിലേക്ക് പോകും. ചിലരെ ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്. എടുത്തുമായി പറയേണ്ട ഭർത്താവിനെ കുറവിലായി അമ്മയെ ഇല്ല. ഇന്ന് മുതൽ ആരുടെയെങ്കിലും ശിക്ഷവാക്കുകൾ ആരെങ്കിലും ഭർത്താവിനെ കുറിച്ചുള്ള കാര്യം നമ്മളെല്ലാം ബലഹീനരാണ്. ഒത്തിരിയേറെ പ്രശ്നങ്ങളുണ്ട്. അവരുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചവരാണ്. അപ്പം ചിലപ്പോൾ താഴെപ്പെട്ടതൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. പക്ഷെ അതൊന്നും അന്യൻ്റെ വായിലേക്ക് കൊടുക്കാൻ സന്നദ്ധരാകല്ലേ. അതുപോലെ ഭാര്യ നിങ്ങൾ വിചാരിച്ചെടുക്കുകയും പിടിക്കാതിരിക്കില്ല. നിങ്ങൾ ചെയ്യുമ്പോൾ അപ്പുറത്തെ ക്രിസ്ത്യാമ്മ അല്ലെ അപ്പുറത്തെ മോളിക്കുട്ടി പിന്നെ മുടിക്കുകളെ പുറത്ത് നല്ലപാട് ചെയ്യും. നിനക്ക് തമ്പുരാൻ അനാദിയിലെ വിധിച്ചതാണ്. ഭർത്താവിൻ്റെ ബലഹീനത ഭാര്യയുടെ ബലവും, ഭാര്യയുടെ ബലഹീനത ഭർത്താവിൻ്റെ ബലവുമാണ്. അങ്ങനെയാണ് തമ്പുരാൻ ചേർത്തിരിക്കുന്നത്. നിനക്ക് എവിടെയെങ്കിലും പോകണമോ അവിടെയെല്ലാം നിനക്ക് നിറവായി. ഞാൻ കല്യാണം കഴിക്കുന്ന സമയത്ത് എനിക്ക് ഒട്ടും അറിയില്ലാത്തൊരു സബ്ജക്റ്റാണ് കണക്കിന് ഹിന്ദി. ബാക്കിയല്ല എനിക്ക്, പക്ഷേ ബാക്കി എന്താണ് ഹിന്ദി പറയുന്ന ചെറുതില്ല, കണക്ക് അത്രയും പറയുന്നു. ഞാനിപ്പോൾ സത്യത്തിൽ ഞാൻ വളരെ ഫയലായിട്ട്
കല്യാണം മക്കൾ പറഞ്ഞു നിങ്ങൾക്കറിയാമോ, എൻ്റെ ഹസ്ബൻഡ് വക്കീലാണ്, പക്ഷേ ഭയങ്കര 100 കണക്കിന് എഴുത്താണ് ജീവിതമൊക്കെ. അപ്പം ഞാൻ ഓർത്ത തമ്മിലാൻ ചേർത്തും ചെയ്യുന്ന പ്രത്യേകത ഞാൻ ചെറിയ കാര്യം പറയുന്നേ ഉള്ളൂ. എനിക്ക് എവിടെ വിലക്കിയിരുന്നില്ല. ഞാൻ എപ്പോഴും ഓർക്കാറില്ല നിങ്ങളെ പറഞ്ഞത് ഇത് ഞാൻ ഓർക്കുന്നുണ്ട്. സന്ധ്യാമം അറിയാം, സോണിയ സിസ്റ്റർ അറിയാം. അപ്പോൾ മക്കൾക്ക് മുഴുവൻ മാത്സ് മുഴുവൻ എനിക്ക് നല്ല മിടുക്കരാണ്. ഇത് രണ്ടും എനിക്ക് അറിയില്ല. ഉറപ്പായില്ലേ ഞാനൊരു എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെ കുറവുണ്ടോ അവിടെ എന്തെങ്കിലും നമുക്ക് നമ്മുടെ ജീവിത പങ്കാളിക്ക് ബലം നൽകും. അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള ഒരു തിരിച്ചറിവ് തന്നെ ഒരു ഇടമായിരിക്കണം. ഇന്നും അതിന് കഴിഞ്ഞ കാലമൊക്കെ ഇത്രത്തോളം നമ്മൾ ജീവിച്ചു, ഇത്രത്തോളം നമ്മൾ കാര്യങ്ങൾ ചെയ്തു. അവിടെ കുറവുകൾ, കുറ്റങ്ങൾ, ബലഹീനതകൾ എല്ലാം ഉണ്ട്. അതിനെ ഒന്ന് പശ്ചാത്തലിക്കുന്ന ഒരു നിമിഷമായിരുന്നു. ഇന്ന് ഒരു മാനസാന്തരത്തെ ദിവസം. ഇന്ന് നിന്റെ കുടുംബത്തിൽ നീ സഹാപേക്ഷ ഇറങ്ങി വരിക. ഇന്ന് ഞാൻ നിന്റെ ഭവനത്തിലായിരിക്കും. ഇന്ന് നിനക്ക് സമാധാനം ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ മാനസാന്തരത്തോടെ കടന്നു വന്ന ആ സക്കൈമോസിന്റെ മനസ്സോടുകൂടി ഇന്ന് ഒരുപാട് മാതാപിതാക്കളെ നിങ്ങൾ ഇവിടെ നോക്കുക. ജീവിതത്തിൽ നന്മയുണ്ടാവും. ഞാൻ അടുത്ത മാസങ്ങളിൽ ഒരു മാസം കൊണ്ട് ഒത്തിരി മാറ്റങ്ങൾ വരും. ശരീരത്തിൻ്റെ ബലം കിട്ടുമ്പോൾ ഒത്തിരിയേറെ അസുഖങ്ങൾ പോകാനും ഇങ്ങനെയുള്ള നമ്മുടെ സ്വഭാവങ്ങളുള്ള മാറ്റങ്ങൾ, മറ്റുള്ളവരെ കുറിച്ചുള്ള പ്രശ്നങ്ങൾ അതൊന്നും പറയണ്ട കേട്ടോ. നമ്മളങ്ങനെ മറ്റുള്ളവരെ വിധിക്കാനോ ഒരു കുറവുണ്ട്. നിങ്ങളുടെ കാര്യങ്ങൾ വരവരോട് പറയുന്നത് പറയുക. അല്ലാതെ അവരങ്ങനെ ഇവരിങ്ങനെ യാതൊന്നും പറയേണ്ട കാര്യമില്ല. പുരുഷന്മാരാണ് പറയുന്നത്. അവരിങ്ങനെ ബലം ചെയ്യും. ചേട്ടാ പോവാം, വരാം, അവരെ കൊടുക്കുന്ന ഫീസ് ഒരു മൂലയിൽ നിൽക്കുന്നവരാണ് ഈ പുരുഷന്മാർ. അവരുടെ ഒരു പ്രത്യേകതയാണ്. പക്ഷേ കാര്യങ്ങളൊക്കെ ചെയ്ത് അവരെ ബഹുമാനിക്കണം. അപ്പോൾ ഈ മനുഷ്യനെ എന്നാത്തുള്ള വീടെടുക്കുന്ന ബിസിനസ് എല്ലാം പൊട്ടി പോവുക. എൻ്റെ അവർ എത്രയോ വലിയാണെന്ന് പറഞ്ഞതാണ്. ഞാനിപ്പോൾ എൻ്റെ അമ്മയുടെ പരിചയം പോകും. എൻ്റെ അമ്മയുടെ കൂടെയാണ് സെൻറ്റ് തെരേസ സ്കൂളിൽ ചങ്ങനാശ്ശേരി വാഴൂരിൽ പഠിച്ചത്. 9ാം ക്ലാസ് പഠിക്കുമ്പോൾ എൻ്റെ അമ്മ ചങ്ങനാശ്ശേരിക്കല്ല, അമ്മയുടെ കാര്യം അവിടെ അടുത്തതാണ്. ഇഷ്ടമായിരുന്നു. എൻ്റെ അമ്മയുടെ ആങ്ങളയ്ക്ക് വേണ്ടി കല്യാണമൊക്കെ ആലോചിച്ചു നടന്നു. അപ്പോൾ ഇപ്പോഴും അമ്മായി 2 ദിവസം പറഞ്ഞത് ഇപ്പോഴും വേണ്ടി നിന്റെ അമ്മ നമ്മുടെ അടി കല്യാണം നടത്തി. എനിക്ക് ഒട്ടുകാപ്പടി പറഞ്ഞതായിരുന്നു. അമ്മായിക്ക് നല്ല ഉപാധനം തിരഞ്ഞെടുത്തില്ല 5 ആൺപിള്ളേരൊക്കെയാണ്. പക്ഷേ അമ്മായി അതിലാണെന്ന് പറയാം കപ്പനെ കൊണ്ട് പഠിച്ചിട്ട് നിന്റെ അമ്മ എഴുതിയാടി എൻ്റെ കൂടെ പഠിച്ചപ്പോൾ കല്യാണം നടത്തിയത് എന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളാനായിട്ടുള്ള മനസ്സില്ല. കുഴപ്പമൊന്നുമില്ല. എൻ്റെ കാരണം നല്ല വെളുക്കുന്ന എല്ലാ കാര്യങ്ങളും രണ്ടുപേരും കഴിച്ചു. എങ്കിൽ പോലും ആ മരണം വരെയും അമ്മായിക്ക് ഉൾക്കൊള്ളാനുള്ള കാര്യങ്ങളില്ല. അതാണ് അങ്ങനെയുള്ള ജീവിതത്തിൽ തന്നെയാണ് വിള്ളലുകളാണ്. സ്നേഹം കൊണ്ട് കാര്യങ്ങൾക്കൊണ്ടെന്ന് പറഞ്ഞാലും മനസ്സിന് സ്വച്ഛതയില്ല. അതുകൊണ്ട് കിട്ടിയതെല്ലാം നന്മയാണ്. ദൈവം എല്ലാം നന്മയായിട്ട് നൽകുന്നതാണ്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തമ്മിൽ പോലും സർവശക്തനായ ദൈവം ഇത്രത്തോളം പരിപാലിച്ചില്ലേ, ഇനിയും പരിപാലിക്കും. അപ്പോൾ കുടുംബത്തിൻ്റെ കവരാളായിട്ട് പ്രാർത്ഥന എന്ന എണ്ണം നമുക്ക് കെട്ടപ്പെട്ട് സ്നേഹത്തിൽ ഒരുമപ്പെട്ട് ബലഹീനതയിൽ ശക്തിപ്പെട്ടുകൊണ്ട് പരസ്പര ധാരണയോടുകൂടി പരസ്പര വിശ്വാസത്തോടെ ഭർത്താവിനെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും ഭാര്യയെ ചേർത്ത് പിടിക്കാനുമുള്ള ഒരു ജീവിതയാത്ര നമുക്ക് കൊള്ളാം. ജീവിതത്തിൻ്റെ അന്ത്യം വരെയും ദൈവത്തിൻ്റെ എല്ലാ സംരക്ഷണവും പരിശുദ്ധാത്മയുടെ നീരക്കാവയ്ക്കകത്ത് നിങ്ങൾ ആയിരിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ജീവിത സാധ്യതകളുണ്ട്. ഞാൻ നിനക്ക് മുമ്പേ മരുഭൂമിയിലേക്ക് പോവുകയും കുന്നുകൾ നിരപ്പാക്കുകയും ഇരുമ്പോടാമ്പലുകൾ തകർക്കുകയും അന്ധകാരത്തിലെ ശേഖരങ്ങളും ധനികൾ നിനക്ക് നൽകുകയും ചെയ്തെന്ന് പറഞ്ഞാൽ വിളിച്ചത് വിശ്വസ്തനായ ദൈവത്തിൻ്റെ തിരുമുമ്പിൽ കുടുംബത്തെ, ജീവിത പങ്കാളിയെ, മക്കളെ, കൊച്ചുമക്കളെ, കുടുംബത്തിൻ്റെ ഇമ്പത്തെ, ഇല്ലായ്മയെ, വല്ലായ്മയെ എല്ലാം കൃഷിയോട് ചേർന്നുകൊണ്ട് ആ ബലിയിടത്തേക്ക് നാം സമർപ്പിച്ചുകൊണ്ട് തിരുവനന്തപുരത്തെ ജീവിതത്തെ കൂടുതൽ ആചരിക്കുവാൻ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളായി ഉണ്ടാക്കി നിങ്ങൾക്ക് എല്ലാവിധ ആശംസകൾ നേരുകയാണ്. പ്രാർത്ഥനയിലൂടെ എല്ലാ ദിവസവും വിശുദ്ധമായിലൂടെ നമ്മളെ തമ്മിൽ ചേർത്ത് വയ്ക്കുകയാണ്. അവിടെ ഞാൻ ഇറക്കി വയ്ക്കുക. വേറെ ആരെയും നമുക്ക്
സത്യമായത് മാത്രം പറയുവാനും നന്മയുടെ പാതയിലൂടെ ചരിക്കുവാനുള്ള അനുഗ്രഹം ഉണ്ടാകട്ടെ. ആയുസ്സും ആരോഗ്യമുള്ള സുന്ദരികളായിട്ട് ഇനിയും മാറട്ടെ. പ്രിയമുള്ളവരെ എല്ലാവരും